തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ ഫലസൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ BJPയുടെ മുന്നേറ്റമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഡ്രസ് റിഹേഴ്സലാണ്, അല്ലെങ്കിൽ ഒരു സെമി ഫൈനലാണെന്ന് ഉറപ്പിച്ചു പറയാം. ആ 2026 തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ഏറ്റവും ശുഭകരമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. കാരണം കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ 10 ഇരട്ടി വോട്ട് വർധനവാണ് BJPക്ക് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഏതൊക്കെ ഗ്രാമപഞ്ചായത്തുകളിൽ ലീഡ് ചെയ്തു അതിന്റെ 10 ഇരട്ടി ഗ്രാമപഞ്ചായത്തുകളിൽ ഇക്കുറി BJP ലീഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ലീഡ് ചെയ്ത ബ്ലോക്ക് പഞ്ചായത്തുകളെക്കാൾ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇത്തവണ BJP ലീഡ് ചെയ്യുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറെക്കുറെ പിടിച്ചെടുക്കുമെന്ന ഘട്ടം എത്തിയിരിക്കുന്നു. വോട്ട് ഷെയറിൽ കഴിഞ്ഞ തവണത്തെക്കാൾ വലിയ നേട്ടമാണ് BJP ഇക്കുറി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നൽകുന്ന സൂചന മറ്റൊന്നുമല്ല, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP 10 മുതൽ 15 സീറ്റുകൾ വരെ കേരളത്തിൽ നേടുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 1ാം സ്ഥാനം നേടിയത് അല്ലെങ്കിൽ ലീഡ് ചെയ്തത് BJP ആണ്. 9 ഇടങ്ങളിൽ 2ാം സ്ഥാനം നേടിയത് BJP ആണ്. അങ്ങനെയുള്ള 20 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ, ആ 20 നിയമസഭാ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് വലിയ പ്രവർത്തനം നടത്തുകയാണ് BJP. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPയെ ഒട്ടും തന്നെ നിരാശപ്പെടുത്തിയിട്ടില്ല. വരുന്ന കാലങ്ങൾ, വരുന്ന വർഷങ്ങൾ BJPയുടേതാണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന റിസൾട്ട് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. BJPക്ക് വമ്പൻ നേട്ടം തൃപ്പൂണിത്തുറയിൽ, ചെങ്ങന്നൂരിൽ, പാലക്കാട്, തിരുവനന്തപുരത്തടക്കം BJP വലിയ മുന്നേറ്റം നടത്തുന്നു. BJPക്ക് സാന്നിധ്യമില്ലാത്ത പഞ്ചായത്തുകളില്ല എന്നുള്ള അവസ്ഥ തന്നെ ആയിരിക്കുന്നു. ഒരു കാലത്ത് BJPയുടെ മുന്നണിയുടെ പേര് അല്ലെങ്കിൽ NDA മുന്നണിയുടെ പേര് പോലും കേട്ടിരിക്കാത്ത സ്ഥലങ്ങളിൽ BJP വിജയക്കൊടി പാറിക്കുന്നു, വെന്നിക്കൊടി പാറിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരങ്ങൾ. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് BJPയെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലാണ്, ഒരു ചരിത്രപരമായ വിജയമാണ്.